നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് ചൂടിലാണ് സംസ്ഥാനമായിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു അന്തരീക്ഷമാണ് നിറഞ്ഞു നിൽക്കുന്നത്. വോട്ടുറപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ വീടുകൾ തോറും കയറിയിറങ്ങുകയാണ്, വോട്ടർമാരെ കാണുകയാണ്, അവരോട് വോട്ടുറപ്പിക്കുന്ന ആ ഒരു ആവേശത്തിലാണ്. മാത്രമല്ല പോസ്റ്റർ ഒട്ടിച്ചും ചുമരിൽ സ്ഥാനാർത്ഥിയുടെ പേര് കുറിച്ചും മാത്രമല്ല പ്രചാരണമൊക്കെ ഊർജിതമാക്കി അണികളും ചേരുന്നുണ്ട്, നേതാക്കളും ചേരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട MLA രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പ് കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് പാർട്ടി തന്നെ അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയെങ്കിലും തൻ്റെ പാർട്ടിക്ക് വേണ്ടി താൻ പ്രവർത്തിക്കും എന്ന ഉറച്ച മനസ്സോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരഞ്ഞെടുപ്പിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. പാലക്കാട് MLA ഓഫീസ് ഉൾപ്പെടുന്ന 27ാം വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി M മോഹൻ ബാബുവിനായി രാഹുൽ മാങ്കൂട്ടത്തിൽ കളത്തിലിറങ്ങിയിരിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തകർക്കൊപ്പമായിരുന്നു രാഹുൽ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ ഇറങ്ങിയത്. രാഹുൽ തന്നെ ഇതിന്റെ റീല് തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി വീട് കയറി വോട്ട് ചോദിക്കുന്നതിനും രാഹുൽ മാങ്കൂട്ടത്തിലൊപ്പമുണ്ട്. പാലക്കാട് നഗരസഭ തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ്, ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും. എന്നാൽ സസ്പെൻഷനിലുള്ള നേതാവിന്റെ ഈ കളം നിറഞ്ഞുള്ള പ്രവർത്തനത്തിന് എതിർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസിലെ തന്നെ ചില വിഭാഗങ്ങളിൽ നിന്നുമുള്ള അതൃപ്തി ഉയരുന്നുണ്ട് എന്നതും ഏറ്റവും ശ്രദ്ധേയം. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരുങ്ങിക്കഴിഞ്ഞു പാലക്കാട് നഗരസഭ തിരിച്ചുപിടിക്കുമെന്നും കണ്ണാടിയിൽ തെളിയേറ്റ UDFന്റെ വിജയചിത്രം കണ്ണാടി പഞ്ചായത്ത് പിടിച്ചെടുക്കുമെന്നതടക്കമുള്ള ആഹ്വാനം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിരിക്കുകയാണ്. എന്തായാലും തിരഞ്ഞെടുപ്പ് കളത്തിൽ, അതായത് പ്രചരണ രംഗത്തൊക്കെ സജീവമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ UDF സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാൻ നടന്നാൽ എന്തിനാണ് അസ്വസ്ഥതയെന്നും രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല എന്നും പാലക്കാട് MP VK ശ്രീകണ്ഠന്റെ പ്രതികരണം. UDF സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പ്രചാരണം നടത്തുന്നതിൽ തെറ്റില്ല എന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് മാത്രമാണ് ചെയ്തത്. അതൊരു താൽക്കാലിക നടപടി മാത്രമാണ്. സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും UDF MLA തന്നെയാണ്. സസ്പെൻഷനിലായതുകൊണ്ട് തന്നെ രാഹുൽ ഔദ്യോഗിക പാർട്ടി ചർച്ചകളിൽ പങ്കെടുക്കാറില്ല എന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. BJP നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനെയും പ്രിയ അജയനെയും ശ്രീകണ്ഠൻ MP കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. എന്തായാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഉപതെരഞ്ഞെടുപ്പുകൾ ഒന്നായിരുന്നു പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിലെ വമ്പൻ വിജയം തദ്ദേശ തെരഞ്ഞെടുപ്പിലും അനുകൂലമാകുമെന്ന് കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കുമായിരുന്നു MLA തന്നെ ഈ വിവാദങ്ങൾ അകപ്പെടുകയും അത്തരത്തിൽ വലിയ വിവാദം ഉണ്ടാവുകയും ചെയ്തത്. ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്ന ചോദ്യമൊക്കെ നിലവിൽ ഉയർന്നുണ്ട്. നഗരസഭയിൽ UDFന് കിട്ടിയ സീറ്റെങ്കിലും നിലനിർത്താനാകുമോ, അതോ വീണ്ടും എന്താണ് ഒരു വിധി? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഈ ഒരു വോട്ട് അല്ലെങ്കിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ എന്നതടക്കമുള്ള ഒരു ആശങ്ക കോൺഗ്രസിന് നിലവിലുണ്ട്. ആരോപണം LDFും BJP ഒരുപോലെ തിരഞ്ഞെടുപ്പിൽ പ്രചാരണമാക്കുകയാണ്. പ്രതിപക്ഷത്തു നിന്നും ഭരണപക്ഷത്തേക്ക് എത്താനുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളിയായ ആരോപണങ്ങളെ മറികടക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് UDF. 53 വാർഡുകളുള്ള നഗരസഭയിൽ 43 സ്ഥലങ്ങളിൽ കോൺഗ്രസും 10 ലീഗും മത്സരിക്കാനാണ് ധാരണ. ഒരു സീറ്റ് നാഷണൽ ജനതാദളിന് നൽകും. ലീഗ് 9 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. പാലക്കാടൻ കോട്ടയിൽ മൂന്നാമതും ഭരണം ലക്ഷ്യമിടുന്ന BJPക്ക് പാളയത്തിലെ പടയാണ് ഭീഷണി. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ C കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോഴുണ്ടായ പൊട്ടിത്തെറി പൂർണ്ണമായും അടങ്ങിയിട്ടില്ല. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതും പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കുകയും ചെയ്തതോടെയാണ് പാർട്ടിയിലെ വിഭാഗീയത മറനീക്കി പുറത്തു വന്നത്. 52ൽ 28 സീറ്റിൽ വിജയിച്ച BJPയുടെ ഭരണ തുടർച്ച തടയിടാൻ കഴിയില്ലെന്നാണ് പാലക്കാട് നഗരസഭാ അധ്യക്ഷൻ പ്രമീള ശശിധരൻ പറഞ്ഞത്. 2015 തിരഞ്ഞെടുപ്പിൽ 24 സീറ്റായിരുന്നു BJPക്ക് കിട്ടിയത്. ഭരണസമിതിയുടെ വികസന നേട്ടത്തിലാണ് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ 28 സീറ്റ് ജനങ്ങൾ നൽകിയത്. അത് ഈ തിരഞ്ഞെടുപ്പിലും തുടരുമെന്നാണ് പ്രമീള ശശിധരന്റെ പ്രതികരണം. കാനറ ബാങ്ക് കോംപ്ലക്സിന്റെ പുനർനിർമ്മാണം, ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിന് മുന്നിലെ ജൈവ മാർക്കറ്റ്, ഒലവക്കോട് കംഫർട്ട് സ്റ്റേഷൻ, സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, 8 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ മികച്ച ചികിത്സ തുടങ്ങി നിരവധി വികസന പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് BJP പ്രചാരണ രംഗത്ത് കളം പിടിച്ചിരിക്കുന്നത്. 20 കോടി രൂപയിലധികം കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് പ്രത്യേകം അനുമതിയോടുകൂടി കിട്ടിയെന്ന നേട്ടവും BJP ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. 7 സീറ്റുള്ള CPM നില മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിലാണ്. വികസന മുരടിപ്പും കാവ്യവൽക്കരണവും ഒക്കെയാണ് CPM ഉയർത്തുന്ന പ്രധാന വിഷയങ്ങൾ. അതേസമയം
ഈ പ്രാഥമിക അംഗത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിവാദങ്ങളെ തുടർന്ന് പുറത്താക്കിയിരുന്നു. പക്ഷെ അദ്ദേഹം പലപ്പോഴും കോൺഗ്രസ് വേദികൾ പ്രത്യക്ഷപ്പെടുന്നത് വിമർശനങ്ങളിലേക്ക് നയിക്കപ്പെട്ടിരുന്നു. പാലക്കാട് കണ്ണാടി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതും വളരെയധികം വിമർശനമായിരുന്നു. നേരത്തെ കണ്ണാടിയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ രാഹുൽ പങ്കെടുത്തിരുന്നു. വിവിധ പ്രദേശങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും സംഭവത്തിൽ നേതൃത്വം, അതായത് VK ശ്രീകണ്ഠൻ MPയുടെ പ്രതികരണം ഒഴിച്ചാൽ മറ്റ് നേതാക്കളൊന്നും ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഓഗസ്റ്റ് 20-നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഉയർന്നു വന്നത്. വിവാദം കടുത്തതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട നേതാക്കളും ഉപതെരഞ്ഞെടുപ്പ് ഭീതിയിൽ അയഞ്ഞതോടെയാണ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിൽ പാർട്ടി നേതൃത്വം എത്തിയത്. മാത്രമല്ല ഈ MLAക്കൊപ്പം പ്രകടനമായി എത്തി പത്രിക നൽകി UDF സ്ഥാനാർത്ഥികളും, അതും ശ്രദ്ധേയമായിരുന്നു. പാലക്കാട് പിരായിരി പഞ്ചായത്തിലെ UDF സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. UDFന്റെ മതേതര ശക്തി കേന്ദ്രമായി പിരായിരി തുടരും. പിരായിരിയിൽ UDF തുടരുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ പങ്കുവച്ച് കുറിച്ചിരുന്നു. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കോൺഗ്രസിന്റെ രഹസ്യ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്ന വിവരവും നേരത്തെ പുറത്തു വന്നതും വിവാദമായതാണ്. പാലക്കാട് കണ്ണാടിയിൽ പഞ്ചായത്തിലെ കോൺഗ്രസ് യോഗത്തിലായിരുന്നു രാഹുൽ ഭാഗമായത്. എന്നാൽ അത്തരമൊരു യോഗം നടന്നിട്ടില്ലായിരുന്നു എന്നായിരുന്നു MLAയുടെ നിലപാട്. പരിചയമുള്ള ചില ആളുകളെ കാണാനാണ് കണ്ണാടിയിൽ എത്തിയതെന്നായിരുന്നു രാഹുലിന്റെ പ്രതികരണം. യോഗത്തിൽ പങ്കെടുത്തെങ്കിൽ പങ്കെടുത്തു എന്ന് പറയും. സസ്പെൻഷനിൽ കിട്ടിയെന്നതുകൊണ്ട് താൻ വേറെ പാർട്ടിയാണോ എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം. നടക്കാത്ത യോഗത്തെക്കുറിച്ച് എങ്ങനെ മറുപടി പറയുമെന്നായിരുന്നു രഹസ്യ യോഗത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് രാഹുൽ മറുപടി നൽകിയത്. കൈപ്പത്തി ചിഹ്നത്തിലാണ് താൻ തെരഞ്ഞെടുപ്പ് വിജയിച്ചത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ സ്ഥാനാർത്ഥികളും ജയിക്കണമെന്നാണ് താല്പര്യം. അതിനുവേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തും. നല്ല UDFകാരെ കണ്ടാൽ പാലക്കാട് എന്നല്ല ഏത് സ്ഥലത്ത് വെച്ചും തിരഞ്ഞെടുപ്പിന്റെ വിവരങ്ങൾ ചോദിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അച്ചടക്ക നടപടി നേരിടുന്ന രാഹുൽ പാർട്ടി പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം നിലവിലുണ്ടായിരുന്നു. എന്നാൽ രാഹുലിന്റെ സസ്പെൻഷൻ കോൺഗ്രസ് ഇതുവരെ പിൻവലിച്ചിട്ടില്ല. തദ്ദേശ തിരഞ്ഞെടുപ്പ് രംഗം ചൂട് പിടിക്കുന്നതിനിടെ മണ്ഡലത്തിൽ നടക്കുന്ന യോഗങ്ങളിൽ ഉൾപ്പെടെ രാഹുൽ സ്ഥിര സാന്നിധ്യമാകുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നതാണ്. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുരംഗത്ത് നിന്നും മാസങ്ങളോളമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിട്ടുനിന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കളം നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി നേതാക്കൾ എന്തെങ്കിലും നിർദ്ദേശം നൽകുമോ എന്നൊരു ചോദ്യം നിലവിൽ ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.